ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ ലയൻ ഷഫ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി റൂട്ടീൻ എന്നൊക്കെ പറയാം. അപ്പോൾ കുറേ നാളെ എൻ്റെ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എനിക്ക് എക്സാമൊക്കെ വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ക്ലാസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഒപ്പിച്ചാണ് പഠിച്ചത്. ഇനി വരാൻ പോകുന്ന എക്സാമാണ് നന്നായി പഠിക്കേണ്ടത്. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതും എൻ്റെ പുസ്തകങ്ങൾ കാണിച്ചു തരാം. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നമുക്ക് നേരെ പോകാം. ഗൈസ്, ഇപ്പം ഞാൻ നോട്ടൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നോട്ടൊക്കെ ഒന്ന് പഠിക്കാറാണ്. പിന്നെ ടെക്സ്റ്റാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ എനിക്ക് ഉമ്മ പഠിപ്പിച്ചു തരും. ഞാനൊരു സോഷ്യൽ എടുക്കാണ്. അതെല്ലാം നോട്ട് ബുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയതിനു ശേഷം ടെക്സ്റ്റ് ആണ് ഫുള്ളായിട്ട് പഠിക്കുക മെയിനായിട്ട്. അപ്പോൾ സോഷ്യൽ പിന്നെ ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് വായിക്കാറാണ്. ഇംഗ്ലീഷ് ഞാൻ ടെക്സ്റ്റ് വായിക്കും. പിന്നെ അതിലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് പഠിക്കുക. എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാകും. ഹിന്ദി എന്ന് പറയുന്നത് അതിൽ തന്നെ എല്ലാ ആൻസർ ഉണ്ടാവും ഗൈസ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കും. ഹിന്ദി എഴുതാനും അർത്ഥങ്ങളും എഴുതാൻ കുറച്ച് ഇതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കലാണ് എക്സാമിന് ഇപ്പൊ തൽക്കാലം. അപ്പൊ ഗൈസ്, ഇനി മുതൽ ഞാൻ സീരിയസ് ആയി പഠിക്കാൻ പോവാണ്. ഇത്ര നാളൊക്കെ കുറച്ചൊക്കെ അങ്ങനെ പഠിച്ചു കളി ടെസ്റ്റ് പേപ്പറിൻ്റെ ഒക്കെ. പിന്നെ ഓൺ എക്സാമും ആണ് വരാൻ പോകുന്നത്. ഇനി ഞാൻ എൻ്റെ ഉമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ടൈം ടേബിളൊക്കെ ആക്കിത്തരാം. ഇത്ര സമയം അത് പഠിക്കണം, ഇത്ര സമയം ഇത് പഠിക്കണം, കുറച്ച് സമയം കളിക്കണം, കുറച്ച് സമയം ഫോൺ നോക്കണം. അപ്പൊ അങ്ങനെ ടൈം ടേബിൾ ആക്കി തന്നാല് എനിക്ക് പഠിക്കാനൊക്കെ തോന്നും ഗൈസ്. കാരണം ടെക്സ്റ്റിലാണ് എനിക്ക് മൊത്തം ഉള്ളത് ഗൈസ്. ഇതാണ് ഫസ്റ്റത്തെ ചാപ്റ്റർ വരുന്നത്. ഇതാണ് മിഡീവൽ ഇന്ത്യ, ദ സെന്റേഴ്സ് ഓഫ് ദ ഓക്കെ. അതിനകത്ത് മെയിനായിട്ട് എക്സാമിനൊക്കെ ഉണ്ടാവുന്നതാണ് ഇത്. ഇതൊക്കെ പിന്നെ വിശദീകരിക്കാനുണ്ടാവും അതിന്റെ. അപ്പൊ ഇത് സാധാരണ ടെസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പഠിച്ചിരുന്നു. പിന്നെ ഇത് ഓരോ ഡൈനാസ്റ്റി ആണ് എക്സാമിന്. പിന്നെ ഇത് ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഓൺവേർഡ് ആയിട്ട് ഇതെല്ലാം വിശ്വാസം അല്ല, അത് ഇവിടെയാണ്. പാനിപ്പത്ത് അവര് എഴുതാൻ ഉപയോഗിച്ച ഗൺ പൗഡർ അതൊക്കെ. പിന്നെ ഇത് അതൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് നോട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചതായിരുന്നു ടെസ്റ്റിന്. ടെക്സ്റ്റ് എല്ലാം വായിക്കണം. അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ടാവും. നെക്സ്റ്റ് ഉള്ളത് എന്താണ്? പിന്നെ ഇത് മൻസബ്ദാരി സിസ്റ്റം അതെന്താണ്? ഇത് ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ഇതും അതിനുശേഷമുള്ളവരെ പ്രൊമിനന്റ് രാജ്പുത്സിന്റെ അതൊക്കെ. പിന്നെ അത് ഇങ്ങനെ മാപ്പില് ഓരോ എംബേഴ്സിന്റെ ഇത് തരും. പിന്നെ ഓരോ എംബേഴ്സിന്റെ റീജിയൻസ് ഉണ്ടാവുമല്ലോ, അണ്ടർ റീജിയൻ അത് ചോദിക്കും, അത് പഠിക്കണം. പിന്നെ ചോള ഡൈനാസ്റ്റി അതെല്ലാം ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടാകുന്നെങ്കിൽ നോട്ടിൽ എഴുതിയിട്ട് ഓരോ ഡൈനാസ്റ്റികളും ഓരോ കിങ്ഡവും ഓരോ എംപയേഴ്സ്, ചിലത് മുഗൾ റൂള് അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ എഴുതി അതിൽ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് വൈസ് ആയിട്ട് എഴുതി പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അതൊക്കെയാണ്. അതാണ് ഇപ്പൊ സെക്കൻഡ് കഴിഞ്ഞു. മെയിന് പഠിച്ചതാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അതാണ് അഗ്രികൾച്ചറും മേജർ ഓക്കുപേഷൻ എന്താണെന്നും പഠിക്കണം. പിന്നെ ഇതാണ് ടാക്സും അവരെ. പിന്നെന്താണ് ക്രോപ്സ്. പിന്നെ ഇതില് വർക്കുകള് ഇവരൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നോട്ടിൽ, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫോറിൻ ട്രേഡേഴ്സ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടുണ്ടായ ആരൊക്കെ അത് അത്. പിന്നെ ഈ റാൽഫ് പിച്ച്, പിന്നെ ബത്തൂത്ത, ഇവരൊക്കെ ആരാന്ന് ചോദിക്കും. പിന്നെ ഇത് നിക്കോളോ കോണ്ടി, പിന്നെ ചോദിക്കും, ഗവർണർ ആരാന്ന് ചോദിക്കും. പിന്നെ കാർഖാനാസ്. എനിക്കിത് വെച്ചിട്ട് ഗോൾഡ് സ്മിത്ത്സ്, പിന്നെ ഇത് സോഷ്യൽ സ്റ്റാറ്റസ്. ഇതൊക്കെ ഈസിയാണ്, ജസ്റ്റ് പോയിന്റ് ആയി പഠിച്ചാൽ മതി. അതായത് പിന്നെ സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവെയിൽഡ്. പിന്നെ കോസ്റ്റ്യൂംസ് അറിയാലോ, കോസ്റ്റ്യൂംസും റിച്വൽസും
ഓരോ കാസ്റ്റിനും ഓരോരോ കോസ്റ്റ്യൂംസ്, ഓരോരോ മതങ്ങൾക്ക് ഓരോരോ കോസ്റ്റ്യൂംസ് ഉണ്ടാവും. നമുക്ക് മുസ്ലിംസിനാണെങ്കിൽ പർദ്ദ അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ ഓരോ കോസ്റ്റ്യൂംസ് റിച്വൽസ് ഉണ്ടാവും. പിന്നെ ലോവർ ഏജ് ഇതിലുള്ള ആൾക്കാർ, സോഷ്യലിലുള്ള ആൾക്കാർ എന്താ അഗ്രികൾച്ചറും ഹാൻഡിക്രാഫ്റ്റും ആണ്. ഹയറിലുള്ള ആൾക്കാർ ഇതെല്ലാം ലോഡ്സ് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവരെ ബുക്ക് ലീലാവതി മാത്തമാറ്റിക്സ് ബുക്ക്, അതും പിന്നെ കോളേജ് ഏതാണ്, അല്ല യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. എനിക്ക് അറിയാത്തതൊക്കെ ഞാൻ അല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ ഇത് ജയ്പൂർ, ഡൽഹി, ഉജ്ജയിൻ അതില്ലേ സ്ഥലങ്ങൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള അതും ഇത് പെട്ടെന്ന് കിട്ടും. പിന്നെ മാത്തമാറ്റിക്സിന്റെ ബുക്ക് എഴുതിയതാരാണത്? ഭാസ്കരാചാര്യ ലീലാവതി. ഈ ചാപ്റ്റർ ഞങ്ങൾക്ക് ഇതൊക്കെ ട്രെയിനിങ് ടീച്ചേഴ്സ് എടുത്താണ്. പിന്നെ ഞങ്ങൾ ശരിക്കും സോഷ്യൽ എടുക്കുന്ന ടീച്ചേഴ്സ് ഈ പാഠം പഠിച്ചില്ല അല്ലേ? ഇനി ഈ പാഠം പഠിക്കണം. എനിക്കിത് അറിയത്തില്ല, എനിക്ക് അത്ര മനസ്സിലായില്ല. ബേസിക് സയൻസ് നോക്കാം. ബേസിക് എനിക്ക് 2 ചാപ്റ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, നല്ല ടീച്ചറാണ് ശരിക്കും എടുത്തിരുന്നത് ഹബീബ. എനിക്ക് ഇതിലുള്ളത് മൈക്രോസ്കോപ്പ് എന്താ പഠിക്കാനുള്ളത്, എന്താണ് സെൽസ്, അതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഇവരൊക്കെ ഇത് എനിക്ക് അടയാളപ്പെടുത്തി തരാണ്ടോ പ്ലാന്റിന്റെ സെൽസ് മെയിൻ ആയിട്ട് കറക്റ്റ് പഠിച്ചെടുക്കുക. പിന്നെ ഇതിലേതാണ് ഇത് യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണ് മനസ്സിലാക്കി പഠിച്ചെടുക്കുക. എല്ലാം മനസ്സിലാക്കി പഠിച്ചേക്കണം, ഒന്നും കാണാതെ പഠിക്കരുത് കേട്ടോ. എത്ര സെൽസ് ഉള്ളതാണെന്നൊക്കെ ഇത് ഈ പാടാവും. ഈ പാഠം ഭയങ്കര സിമ്പിൾ. പിന്നെ ഇത് ഇലക്ട്രിക് എനർജി, ലൈറ്റ്, ഇത് കുറച്ച് മനസ്സിലാക്കാൻ അറിയുന്നവരാണെങ്കിൽ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്തൊക്കെ തരത്തില്ല എനിക്കറിയാന്ന് പറഞ്ഞാലും ഒരു എനർജി എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, അത് രണ്ടെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ഇതില് കുറെ എക്സ്പെരിമെന്റ് ആണ് ഉള്ളത്, അതിലുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് നോക്കി വെക്കുക, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്നാല് ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ പഠിക്കാൻ പറയും. ഓക്കെ, മദ്രസിലേയും പഠിക്കാനുണ്ട്. മദ്രസില് എക്സാം ആവും. നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് മദ്രസിൽ എക്സാം എന്ന് കമന്റ്? ഫോർത്തേക്ക് കുഴപ്പമില്ല, നല്ലതാണ്. എനിക്ക് കുറച്ച് ടഫ് ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് എന്തായാലും എനിക്ക് ഒരു വീഡിയോ ഇടാനും ആഗ്രഹിക്കുന്നത്, എന്തായാലും ഇടാൻ റുട്ടീനൊക്കെ കാണിച്ചു. റുട്ടീനൊക്കെയാണ് മെയിനായിട്ട് പറയാൻ, ഒരു സ്റ്റഡി റുട്ടീൻ ഇടാനാണ് ആഗ്രഹം, അല്ലാണ്ട് എനിക്കുള്ള താല്പര്യമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും.